ചക്കകൾ പോലും കർഷകന് സ്വന്തമാക്കാനാവാതെ കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയ കാഴ്ച. ചക്കകൾ മുഴുവൻ വെട്ടി കൊക്കയിലെറിഞ്ഞ് കഞ്ഞിക്കുഴി മലയണ്ണാമലയിലെ കർഷകർ. കഴിഞ്ഞ ദിവസം കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനകൾ ചക്കകൾ മുഴുവൻ പറിച്ചു തിന്ന സാഹചര്യത്തിലാണ് വീണ്ടും കാട്ടാനശല്യം ഉണ്ടാകാതിരിക്കാൻ കർഷകർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. ഇതോടെ വനംവകുപ്പിനെതിരെ വിമർശനം ഉയരുകയാണ്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മലയണ്ണാമല മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമായതോടെ സ്വന്തം കൃഷിയുടെ ഫലം പോലും ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. പറമ്പിലെ പ്ലാവുകളിൽ കാഴ്ച നിൽക്കുന്ന ചക്കകളാണ് കാട്ടാനകളെ കൃഷിയിടങ്ങളിലേക്ക് ആകർഷിക്കുന്ന പ്രധാന കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ ഇപ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടം സഹിച്ചും ചക്കകൾ മുഴുവൻ തൊഴിലാളികളെ ഉപയോഗിച്ച് പറിച്ച് സമീപത്തെ കൊക്കയിലേക്ക് എറിയുന്നത്. 3 ഏക്കറിലധികം വരുന്ന കൃഷിയിടത്തിലെ മുഴുവൻ ചക്കകളും ഇത്തരത്തിൽ നശിപ്പിക്കേണ്ടി വന്ന ഒരു കർഷക സ്ത്രീയുടെ കണ്ണീരോടെയുള്ള പ്രതികരണമാണിപ്പോൾ വലിയ ചർച്ചയാകുന്നത്. സ്വന്തം അധ്വാനത്തിന്റെ വിളവ് കാട്ടാനകൾക്ക് ഇരയാകാതിരിക്കാൻ മനുഷ്യർ തന്നെ നശിപ്പിക്കുന്ന ദുരവസ്ഥയാണിത്. ആനശല്യം കാരണം എൻ്റെ പറമ്പിലെ ചക്ക മുഴുവനും വെട്ടിപ്പെറുക്കി പള്ളേ കളഞ്ഞു. ഒരു ചക്ക തിന്നാൻ പോലും എനിക്ക് ഇവിടെ ഇല്ല. എല്ലാം ഫോറസ്റ്റുകാരായിട്ടും അല്ലാതെ ആയിട്ടും എനിക്ക് ഭീഷണിയാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാ പേടിച്ചിട്ട് കിടക്കാനും പറ്റത്തില്ല. പണക്കാരെ നിർത്തുക ചെയ്ത് അല്ല നമുക്ക് തന്നെ എന്നെ കൊണ്ട് തന്നെ പറ്റിയല്ല. അതുകൊണ്ട് ചക്ക വെട്ടിപ്പറിച്ച് കളയാൻ ഇനിയും ചക്ക നിൽക്കുക, അത് വെട്ടിപ്പെറുക്കി പള്ളേ കളയുക. ഇടുക്കി ജില്ലയിൽ ഏറെക്കാലം ചർച്ചയായിരുന്ന ചക്കക്കൊമ്പൻ എന്ന കാട്ടാന പോലും കാഴ്ച ചക്കകൾ തേടിയാണ് പലപ്പോഴും ജനവാസ മേഖലകളിലേക്ക് എത്തിത്തിരിയുന്നതെന്ന് നാട്ടുകാർ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും കാട്ടാനക്കൂട്ടങ്ങൾ കൃഷിയിടത്തിലെത്തി പ്ലാവുകളിൽ നിന്ന് ചക്കകൾ പറിച്ചു ഭക്ഷിക്കുകയും കർഷകർക്ക് ഭീഷണിയാകുകയും ചെയ്തതായി പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ ഇത്രയും ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുമ്പോഴും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. കാട്ടാനകൾ എത്തുന്ന പ്രദേശങ്ങൾ അനധികൃത കയ്യേറ്റ ഭൂമിയാണെന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നതെന്നും അതിന്റെ പേരിൽ പ്രശ്നത്തിന്റെ ഗൗരവം അവഗണിക്കുകയാണെന്നും കർഷകർ ആരോപിക്കുന്നു. അതേസമയം സ്വന്തം ഭൂമിയിൽ JCB ഉപയോഗിച്ച മണ്ണ് മാറ്റാനോ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താനോ വനംവകുപ്പ് അനുമതി നൽകിയിരുന്നില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കൃഷി സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ പോലും നിഷേധിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ കർഷകർ സ്വന്തം വിളകൾ തന്നെ നശിപ്പിക്കാൻ നിർബന്ധിതരാകുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്ന നവീന നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കർഷകർക്ക് വലിയ നിരാശയാണ് നേരിടേണ്ടി വന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. വന്യജീവി ആക്രമണങ്ങൾ തുടർന്നുണ്ടാകാണ്ടിരിക്കുമ്പോൾ പരിഹാരം കാണുന്നതിനു പകരം കർഷകർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അധികാരം ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് പ്രതിഷേധം. ഈ വിഷയത്തിൽ സാഫ് സംഘടനയും വിവിധ കർഷക സംഘടനകളും പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രതിഷേധങ്ങൾ പോലും അവഗണിച്ചുകൊണ്ടാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നതെന്ന് കർഷകർ ആരോപിക്കുന്നു. ഒരു വശത്ത് കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നു, മറുവശത്ത് സ്വന്തം വിളകൾ സംരക്ഷിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടുന്നു. ഒടുവിൽ സ്വന്തം കൈകൊണ്ട് സ്വന്തം ചക്കകൾ കൊക്കയിലേക്ക് വലിച്ചെറിയേണ്ടി വരുന്ന കർഷകരുടെ ദുരവസ്ഥ ഇടുക്കിയിലെ വന്യജീവി മനുഷ്യ സംഘർഷം എത്രത്തോളം ഗുരുതരമായ അവസ്ഥയിലെത്തിയെന്നതിന്റെ ഏറ്റവും വേദനാജനകമായ ചിത്രമായി മാറുകയാണ്. സിറ്റി വിഷൻ, ഇടുക്കി.